പാലായിൽ കോൺഗ്രസ് അംഗങ്ങൾ വിപ്പ് ലംഘിച്ച് പ്രതിപക്ഷത്തിനൊപ്പം ചേർന്നപ്പോൾ യു.ഡി.എഫിന് ഭരണം നഷ്ടമായി. 12 അംഗങ്ങളുള്ള പ്രതിപക്ഷം അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയത്തെ 4 കോൺഗ്രസ് അംഗങ്ങളും സ്വതന്ത്രയായ മായ രാഹുലും പിന്തുണച്ചപ്പോൾ 17 പേരുടെ പിന്തുണയോടെ പ്രമേയം പാസായി. സ്വതന്ത്ര കൂട്ടായ്മയിലെ അംഗങ്ങളടക്കം യു.ഡി.എഫിലെ 9 അംഗങ്ങൾ കൗൺസിൽ യോഗത്തിൽ നിന്നും വിട്ടുനിന്നു. പാലാ നഗരസഭയിൽ ഭരണകക്ഷിയായ യു.ഡി.എഫിൽ പുകഞ്ഞ അസ്വാരസ്യങ്ങൾ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയത്തിന് വഴിതെളിച്ചപ്പോൾ ഭരണപക്ഷത്തെ 5 വോട്ടുകൾ കൂടി നേടി പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയം പാസായി. 14 അംഗങ്ങളുള്ള യു.ഡി.എഫ് ഒറ്റക്കെട്ടായി നിന്നാൽ പ്രമേയം പരാജയപ്പെടുമായിരുന്നു. എന്നാൽ കോൺഗ്രസ് നേതൃത്വം നൽകിയ വിപ്പ് ലംഘിച്ച 4 കോൺഗ്രസ് അംഗങ്ങളും കോൺഗ്രസ് വിമതയായി മത്സരിച്ച് ജയിച്ച വൈസ് ചെയർപേഴ്സണായ മായ രാഹുലും പ്രമേയത്തെ പിന്തുണയ്ക്കുകയായിരുന്നു. കോൺഗ്രസിലെ സെബാസ്റ്റ്യൻ പനിക്കലും റിയ ചീരാൻകുഴിയും KDPയിലെ ഒരംഗവും കേരള കോൺഗ്രസിലെ 3 അംഗങ്ങളും സ്വതന്ത്ര കൂട്ടായ്മയിലെ 3 അംഗങ്ങളും കൗൺസിൽ യോഗത്തിനെത്തിയില്ല. ചൊവ്വാഴ്ച നടന്ന അവിശ്വാസ പ്രമേയ ചർച്ചയിൽ ഭരണപക്ഷത്തെ 5 പേരും പ്രതിപക്ഷത്തെ 12 പേരും പങ്കെടുത്ത് പ്രമേയത്തെ അനുകൂലിച്ച് സംസാരിച്ചു. തുടർന്ന് നടന്ന വോട്ടെടുപ്പിൽ 17 പേരും പിന്തുണച്ചതോടെ അവിശ്വാസ പ്രമേയം പാസ്സാവുകയും യു.ഡി.എഫിന് ഭരണം നഷ്ടപ്പെടുകയുമായിരുന്നു. ദിയ ബിനുവിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം അവസാനിപ്പിക്കണമെന്ന ആഗ്രഹം സഫലമായതിൻ്റെ സന്തോഷത്തിലായിരുന്നു LDF. തങ്ങളുടെ നിലപാട് വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞത് കോൺഗ്രസ് വിമത അംഗങ്ങളും സന്തുഷ്ടരായിരുന്നു. ഇവിടെ ഈ അവിശ്വാസത്തിന് ഞങ്ങളെല്ലാം കോൺഗ്രസ് കൗൺസിലർമാർ ഇത് കൂടത്തിൽ നിന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ അവിശ്വാസം പ്രഖ്യാപിച്ചത് ഞങ്ങളുടെ കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റിയാണ്. ആ മണ്ഡലം കമ്മിറ്റി ഒരു പ്രമേയം പാസ്സാക്കിയപ്പോൾ അവരെ തൃണവൽക്കരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ പാലാ മണ്ഡലം കമ്മിറ്റി സാധാ കൗൺസിലർമാരുടെ വിലയില്ലാത്തൊരു കൗൺസിലർമാരുടെ രീതിയിൽ ഇവിടുത്തെ നഗരസഭ ചെയർപേഴ്സൻ്റെ അച്ഛൻ പറഞ്ഞു. അതിൻ്റെ പ്രകാരമാണ് ഞങ്ങളുടെ മാനസികമായി ഞങ്ങൾക്ക് ആത്മാഭിമാനത്തിന് അഭിമാനമുള്ള കോൺഗ്രസ്സുകാരായ രീതിയിലാണ് ഞങ്ങൾ ഇതുകൊണ്ട് അവിശ്വാസത്തെ പിന്തുണച്ചത്. പിന്നെ രണ്ടാമത്തെ കേസ് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പാലായിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 6 പേരുടെ ദയാനുകോപയിലാണ് ഇവരിന്ന് ഇവിടെ ഒരു മുന്നണി ഉണ്ടാക്കിയത്. അവരൊരിക്കലും യു.ഡി.എഫുകാരല്ലായിരുന്നു. യു.ഡി.എഫുകാരായിരുന്നെങ്കിൽ ഈ ഫ്രാൻസിസ് ജോർജിൻ്റെ ഇലക്ഷന് വീടുകൾ കയറി ഇറങ്ങിയപ്പം ഞങ്ങളെല്ലാം വീടുകളിൽ കയറിയിരുന്നപ്പം അദ്ദേഹം ഈ പറയുന്ന ബിജു പുളിക്കണ്ടം അന്ന് ഇടതുപക്ഷത്തിലായിരുന്നു. ബിജു പുളിക്കണ്ടം അന്ന് വോട്ട് ചോരി കേസ് ഇരട്ട വോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട് ബിജു പുളിക്കണ്ടം അന്ന് സുരേഷ് ഗോപിയുടെ ഇലക്ഷന് വോട്ട് ചേർത്ത ആളാണ്. ഇവരെങ്ങനെ യു.ഡി.എഫുകാരായി? യു.ഡി.എഫിൻ്റെ നിയോജകമണ്ഡല ചെയർമാൻ ഇവിടെ പറഞ്ഞു DYFIക്ക് സ്ഥലം വിട്ടുകൊടുക്കരുതെന്ന്. ആ നിയോജകമണ്ഡലം ചെയർമാൻ പറഞ്ഞതിന് വാക്കിന് വില പോലും കൽപ്പിക്കാതെ അവർ മാറി നിൽക്കുകയാണ് ചെയ്തത്. കോൺഗ്രസ് നേതൃത്വം നൽകിയ വിപ്പ് തങ്ങൾ കൈപ്പറ്റിയിട്ടില്ലെന്ന നിലപാടിലായിരുന്നു കോൺഗ്രസിലെ 4 അംഗങ്ങളും. എനിക്കെതിരെ കള്ളപ്പരാതി കൊടുത്തു, മോഷണം കൊടുത്തു. അതിലേറെ പാലായിലെ സാധാരണക്കാരായ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, സാധാരണക്കാർക്കും പാല എന്ന് പറയുന്ന സ്ഥലത്ത് എന്നും അത്ര ഡെവലപ്മെൻ്റ് ഒന്നും എത്തിയിട്ടില്ല. ഇവിടെ കടല വിൽക്കുന്നവനും ചെരുപ്പ് കുത്തുന്നവനും കുട നന്നാക്കുന്നവനും വണ്ടി റിപ്പയർ ചെയ്യുന്നവനും എല്ലാവർക്കും സ്വന്തമായിട്ട് നമ്പറിട്ട മുറിയൊന്നുമില്ല. ഓട്ടോറിക്ഷക്കാർക്ക് സാധാരണക്കാരായ ഉപജീവനം നടത്തുന്നവർക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി നിലകൊണ്ടു. ഞാനും എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ളവർ ഇവിടെ കേരള കോൺഗ്രസ്സുകാർ, അതുപോലെ തന്നെ ഞങ്ങളുടെ പാർട്ടി ഈ പാലായിലെ കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി, അത് ഞങ്ങൾക്ക് അതിനൊപ്പം നിന്നു. പാലാക്കാർക്കൊപ്പം ഞങ്ങളും നിന്നു. പാലാക്കാരെന്നും ഈ സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. 10 മണിക്ക് ശേഷം വീടുകളുടെ ഗേറ്റിൽ കൊണ്ടുപോയി വിപ്പ് ഒട്ടിച്ചു എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ആ മാധ്യമങ്ങൾ ആ സമയം രാത്രി 12 കഴിയുമ്പം വിപ്പ് ഒട്ടിച്ചത്, അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് വിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കൊടുത്തിരുന്നത് വ്യക്തമായ രേഖകളൊന്നും ഇല്ല എന്നാണ് ഇപ്പോൾ ഇവിടുന്ന് മാധ്യമങ്ങളിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും പാർട്ടി അതിൻ്റെ പ്രൊസീജിയർ ചെയ്യണം. അതാണല്ലോ, ആ പ്രൊസീജിയർ പാർട്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പാർട്ടി അതോടൊപ്പം തന്നെ ഞങ്ങളെ സംരക്ഷിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംരക്ഷിച്ച കോൺഗ്രസ് പാർട്ടിക്കും കൂടി ഈ അവസരത്തിൽ നന്ദി പറയുന്നു. വീട്ടിലെത്തിച്ച ഭിത്തിയിൽ ഒട്ടിച്ചതുകൊണ്ട് വിപ്പ് ലഭിച്ചിട്ടില്ലെന്നാണ് കൗൺസിലർമാർ പറയുന്നത്. ആർക്കും ഭൂരിപക്ഷമില്ലാതിരുന്ന പാലാ നഗരസഭയിൽ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് പുളിക്കക്കണ്ടം കുടുംബാംഗങ്ങളായ കൗൺസിലർമാരുടെ സ്വതന്ത്ര കൂട്ടായ്മ യു.ഡി.എഫിനൊപ്പം ചേർന്നത്. യു.ഡി.എഫ് നേതൃത്വം നിർദ്ദേശിക്കുന്ന തീരുമാനം അംഗീകരിക്കുന്ന നിലപാടായിരുന്നു സ്വതന്ത്ര കൂട്ടായ്മ സ്വീകരിച്ചത്. കൊട്ടാരമറ്റത്ത് ഓട്ടോ സ്റ്റാൻഡ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബിജു മാത്യൂസിൻ്റെ നിലപാടുകളിൽ തുടങ്ങിയ ഭിന്നത ഇരുവിഭാഗങ്ങളും നൽകിയ പോലീസ് കേസുകളിലൂടെ വളർന്ന് കൊട്ടാരമറ്റം സ്റ്റാൻഡ് DYFI സമ്മേളനത്തിന് നൽകിയ വിഷയത്തോടെ രൂക്ഷമാവുകയായിരുന്നു. ജോസഫ് ആഴിക്കനും നാട്ടകം സുരേഷും ബിജു പുന്നത്താനവും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും ഫ്രാൻസിസ് ജോർജ് MP-യും മാണി സി കാപ്പൻ MLA-യും അടക്കമുള്ളവരും ഇടപെട്ടിട്ടും ഭിന്നത പരിഹരിക്കാൻ കഴിയാതെ പോയപ്പോൾ അവിശ്വാസ പ്രമേയവുമായി LDF എത്തുകയും ദിയ ബിനുവിൻ്റെ നേതൃത്വത്തിലുള്ള UDF ഭരണം അവസാനിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയുമായിരുന്നു. വരും ദിവസങ്ങളിൽ മുന്നണി നേതൃത്വങ്ങൾ ഇടപെട്ട് നടത്തുന്ന ചർച്ചകളിലൂടെ പാലാ നഗരസഭയിലെ പുതിയ ഭരണസമിതി അധികാരമേൽക്കുന്നതിന് അവസരമൊരുക്കും. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.